അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ ദൈവം നമ്മെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു. നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് നിലവിളിക്കണം. തിരുവചനം പറയുന്നു, നമ്മുടെ ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവം വിടുവിക്കുന്നവനാണ്. ആശ്രയിക്കുന്നവരെ, അന്വേഷിക്കുന്നവരെ അവൻ അറിയുന്നവനും ഉപേക്ഷിക്കാത്തവനും വിടുവിക്കുന്നവനുമാണ്. നാം ഓരോരുത്തരും പലവിധമായ കഷ്ടങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്, കഷ്ടതകളെ ജയിച്ചവനാണ്, തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചവനാണ്. ലോകത്തിൻ്റെ പാപത്തിൻ്റെ ചുമട് തൻ്റെ ചുമലിൽ വന്നപ്പോൾ യേശു കർത്താവ് ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു, യേശുവിനെ ശക്തിപ്പെടുത്തി. ലോകത്തിൻ്റെ പാപ ചുമടുമായി യേശു കർത്താവ് ഗെത്സമനയിൽ നിന്ന് എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, കഷ്ടതകളെ എങ്ങനെ അതിജീവിക്കാമെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. യേശു കർത്താവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അതെ, പ്രാർത്ഥനയാൽ കഴിയാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മറികടന്നു പോകുകയില്ല. നമ്മുടെ ദൈവം ഒരാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാർക്ക് വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ വിടുവിക്കും. ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ വിഷയങ്ങളിലൊക്കെ വെളിപ്പെടും. സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കും. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ജീവനുള്ള ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.